രക്ഷാകര സത്യം ഒരു ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ അറിഞ്ഞ് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലിന് വേണ്ടി സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ കുരിശ് മരണത്തിന്റെ യോഗ്യതയാൽ തന്നെ അവന്റെ ദാരിദ്ര്യത്തിന്റെ മേൽ അവന് വിജയമുണ്ട്, അവന്റെ തകർച്ചയുടെ മേൽ അവന് വിജയമുണ്ട്, അവന്റെ അധപതനത്തിന്റെ മേൽ അധോഗതിയുടെ മേൽ അവന് വിജയമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്നും അനേകര് യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്ന അനേകര് ഇന്നും ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നത്? ദൈവവചനത്തിന്റെ സത്യത്തെ അവഗണിച്ച് പാരമ്പര്യമായ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനാൽ തന്നെ ദൈവവചനമാകുന്ന സത്യം സ്വീകരിക്കണം. വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമുണ്ട്. യേശുക്രിസ്തുവിങ്കൽ ആത്മീയ വിടുതൽ മാത്രമല്ല, യേശുക്രിസ്തുവിങ്കൽ ഒരു മനുഷ്യന്റെ സമസ്ത മണ്ഡലങ്ങളിലുമുള്ള വിടുതൽ പിതാവ് ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവരെ, വലിയ കഠിനമായ ഞെരുക്കങ്ങളിൽ ഇരിക്കുന്നവരെ, പലതരത്തിലുള്ള അധപതനങ്ങളിലും അധോഗതിയിലും ആയിരിക്കുന്നവരെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് യേശുക്രിസ്തുവിനെ വിളിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. പാപവും പാപമാർഗങ്ങളും വെറുത്തുപേക്ഷിക്കണം. പാപത്തിലിരിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. ദുഷ്ടതയിലിരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. തിന്മയിലിരിക്കുന്ന ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുകയില്ല. പാപം വിട്ടുപേക്ഷിക്കുക, തിന്മ വിട്ടുപേക്ഷിക്ക്, അന്ധകാരം വിട്ടുപേക്ഷിക്ക്, പിശാചിനെ വിട്ടുപേക്ഷിക്ക്, നരകത്തിന്റെയും നാരകീയ ശക്തികളുടെയും കൂട്ടുകെട്ട് വിട്ടുപേക്ഷിക്ക്. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുക. ഇത് വലിയ വിടുതലിന്റെ, വലിയ അനുഗ്രഹത്തിന്റെ വഴിയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പലതരത്തിലുള്ള തകർച്ചകളിലും പലതരത്തിലുള്ള രോഗങ്ങളിലും പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഇപ്പോൾ അവിടുന്ന് സന്ദർശിക്കണമേ. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അവിടുത്തെ കരങ്ങൾ നീട്ടി വിടുതൽ നൽകുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ. സാമ്പത്തികമായി തകർന്ന ഓരോ മകളെയും സമർപ്പിക്കുന്നു. കടബാധ്യതകൾ, കൃഷിനാശങ്ങൾ, ബിസിനസ് തകർച്ച, പലതരത്തിലുള്ള സാമ്പത്തികമായ നഷ്ടങ്ങൾ, പലതരത്തിലുള്ള സാമ്പത്തികമായ അധപതനങ്ങൾ, ഈ മേഖലയിലെല്ലാം അവിടുത്തെ ശക്തി ഒഴുകി അങ്ങയുടെ മക്കൾക്ക് സമാശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് തൊടണമേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് അങ്ങയുടെ മക്കൾക്ക് സമാശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സിഹിയോനിലെ താമസിച്ചുള്ള ധ്യാനങ്ങൾ എല്ലാ മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ചയും അവസാനത്തെ ഞായറാഴ്ചയും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിച്ച് തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് അവസാനിക്കുന്നതാണ്. 2 ധ്യാനങ്ങൾക്കും ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ മട്ടായിൽ നേതൃത്വം നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ.
ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവമായ കർത്താവിന് ശക്തി ഒഴുകുന്ന സമയമാണിത്. ഇതാ കർത്താവ് ജീവിക്കുന്നവനായി കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. മനസ്സിന്റെ ഉള്ളറകളിൽ കർത്താവിനെ പൂജിച്ച് ആരാധിക്കാം. ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിന് വേണ്ടി സിംഹാസനം ഒരുക്കാം. ഇതാ കർത്താവായ ദൈവം ശക്തിയുടെയും മഹത്വത്തിന്റെയും ദൈവമായി എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു പോയ കുടുംബങ്ങളെ ഇപ്പോൾ പുനരുദ്ധരിക്കുവാൻ അവിടെ ഇടപെടണമേ. ഓരോ തരത്തിലുള്ള കഷ്ടങ്ങളാലും ഓരോ തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളാലും കണ്ണീരിലിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങനെ ശക്തി ഇപ്പോൾ ഒഴുകട്ടെ. പലതരത്തിലുള്ള കൃഷി പരാജയങ്ങൾ വന്ന കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അങ്ങനെ ശക്തി വ്യാപരിക്കട്ടെ. കൃഷിയിടങ്ങളും കൃഷി വിളഭൂമികളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, തകർന്ന കൃഷിയിടങ്ങളിലെ അവിടുത്തെ ശക്തി ഒഴുകി തകർന്ന കൃഷിയിടങ്ങൾ അവിടുന്ന് പുനരുദ്ധരിക്കണമേ. കർത്താവെ, സാമ്പത്തികമായി കടബാധിത മേൽക്കുമേൽ വന്ന് കടബാധിതര് കെണിയായി ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് കടബാധിതർ കെട്ടുകൾ അടിച്ച് അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠന രംഗത്തും ആത്മീയ രംഗത്തും തളർന്നുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഭാവി ജീവിതത്തിന് തടസ്സമായ വിധം പഠനം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. ഭാവി ജീവിതം ശോഭനമാകുന്ന തക്കവിധം പഠന മേഖലകളെ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ കർത്താവ് ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥിനികളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവെ. പഠിച്ച് അങ്ങയുടെ നാമത്തിൽ മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ, വലിയ ഉയർച്ച കുഞ്ഞുങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലി തടസ്സങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിക്കുന്നു. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ഇപ്പോൾ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ ജോലി സംബന്ധമായ കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി സംബന്ധമായ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ബിസിനസ് സംബന്ധമായ പരാജയങ്ങൾ, തകർച്ചകൾ, കടബാധ്യതകൾ, ബിസിനസിന്റെ എല്ലാ തരത്തിലുള്ള പരാജയങ്ങളെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാഹന സംബന്ധമായ എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. കൃഷി ജോലി സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ അവിടുന്ന് കൈകൾ നീട്ടി ദൈവമക്കളുടെ സാമ്പത്തിക മണ്ഡലത്തിലുള്ള പ്രതികൂലത്തെയും തിരിച്ചടികളെയും പരാജയങ്ങളെയും അവിടുന്ന് ഇപ്പോൾ കൈകൾ നീട്ടി വിടിവിക്കണമേ. ദൈവജനത്തിന് വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, തൃണസദൃശനായ മനുഷ്യനെയും മനുഷ്യ സന്തതിയെയും നീ എന്തിന് ഭയപ്പെടണം? നിന്റെ സൃഷ്ടാവും നിന്റെ പരിപാലകനുമായ നിന്റെ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? കർത്താവെ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരാജയങ്ങൾ, അധപതനങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവയാൽ പീഡിപ്പിക്കപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിലേക്ക് കരങ്ങൾ ഉയർത്തി വിടുതലിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ. അനേകായിരങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങളിൽ വലിയ വിടുതൽ ദൈവമക്കൾക്ക് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലഭിക്കട്ടെ. പിതാവ് വാഗ്ദാനം ചെയ്ത സമൃദ്ധി, പിതാവ് വാഗ്ദാനം ചെയ്ത വലിയ സമൃദ്ധി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനേകായിരങ്ങൾ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാർത്ഥിനി അനുഗ്രഹിക്കപ്പെടട്ടെ. യുവാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കൃഷിക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദ്യോഗസ്ഥർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പലതരത്തിലുള്ള മേഖലകളിൽ തൊഴിൽ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്ന എല്ലാ തൊഴിലാളികളും അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലേക്കുള്ള വഴി പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണാർക്കാട് നിന്ന് സൈലന്റ് വാലി ചുരത്തിലൂടെ ആനകട്ടി ബസ്സിൽ 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ പേര് ആഷ്ന. +2 പഠിക്കുന്നത്. മണ്ണാർക്കാടാണ് എൻ്റെ വീട്. സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നതിന് മുൻപ് യേശുവിനെ കുറിച്ച് എനിക്ക് യാതൊരു മതിപ്പുണ്ടായിരുന്നില്ല. 11 വർഷമായിട്ട് എനിക്ക് ചെവി വേദനയും ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. വളരെയേറെ ദുഃഖിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനു മുൻപ് ആത്മഹത്യ ചെയ്താലെന്ന് വരെ ഞാൻ കരുതിയിട്ടുണ്ട്. അതിന് പപ്പ പറഞ്ഞപ്പോൾ നീ സെഹിയോനിലൊന്ന് പോയി നോക്ക്, എനിക്ക് എന്തായാലും സൗഖ്യം ഉണ്ടായിരിക്കും. അപ്പോഴൊക്കെ ഞാൻ പപ്പയോട് എതിർത്ത് സംസാരിക്കുമായിരുന്നു. രാത്രികളിൽ എനിക്ക് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെവി വേദന ഉണ്ടാകുമ്പോൾ ഞാൻ മമ്മിയോട് രാത്രി എണീറ്റ് പറയും, മമ്മി ചെവി വേദനിക്കണം, തിരുമ്മിത്താന്ന് പറയും. അപ്പോൾ മമ്മി എനിക്ക് രാത്രി എണീറ്റിട്ട് മമ്മി തിരുമ്പി തരും. അങ്ങനെ എനിക്ക് മമ്മിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട് ഇപ്പോൾ എനിക്ക് ഇത്രയും നല്ല മാതാപിതാക്കളെ തന്നതിന്. ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കരയുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അത്ര അറിയില്ലായിരുന്നു. പിന്നെ ഒരു കുട്ടി എൻ്റെ മേത്തേക്ക് വന്ന് വീണപ്പോഴാണ്, കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചെൻ്റെ മേത്തോട്ട് വന്ന് വീണപ്പോഴാണ് എനിക്ക് ശരിക്കും സുബോധം ഉണ്ടായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കരയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങൾക്കും ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു. എൻ്റെ ചെവി വേദനയും ബ്ലീഡിങ്ങും സുഖമാക്കണമെന്ന് ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഞാൻ സൗഖ്യമാക്കുമെന്ന്. അതിൽ വിശ്വസിച്ച് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു 11 പേർക്ക് ചെവിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് സൗഖ്യമുണ്ടാകുന്നെന്ന്. ഇവിടെ വന്നപ്പോൾ മുതൽ എനിക്ക് ചെവിയിൽ ഭയങ്കര അടപ്പായിരുന്നു. എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കില്ലായിരുന്നു. എന്തെങ്കിലും പറയാൻ കേൾക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയണം. അതിനോട് ഞാൻ പപ്പയുടെ മമ്മിയുടെ എപ്പോൾ വഴക്കുണ്ടായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉറക്കെ പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങൾ തന്നെ വഴക്കായിരുന്നു. യാതൊരു താല്പര്യമില്ലാതെയാണ് ഇവിടെ വന്നത്. അവസാനം ദൈവം സുഖാക്കി. ഒത്തിരിയേറെ നന്ദിയുണ്ട്. താങ്ക് യു ജീസസ്. കരങ്ങളടി ജീസയെ മഹത്വപ്പെടുത്താം. 11 വർഷമായി ചെവിയുടെ കേൾവി അടഞ്ഞിരിക്കുകയായിരുന്നു. ആ കേൾവി ചെവി അടഞ്ഞിരുന്ന അവസ്ഥ കർത്താവ് മാറ്റിക്കൊടുത്തു. ചെവിയുടെ വേദന കർത്താവ് സുഖപ്പെടുത്തി കൊടുത്തു. അതുപോലെ ബ്ലീഡിംഗ് രോഗവും കർത്താവ് സുഖപ്പെടുത്തി കൊടുത്തു. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ കർത്താവ് പ്രിയമകൾക്ക് പ്രദാനം ചെയ്തു.